ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഷാൻല. വെൽക്കം ടു മൈ ചാനൽ ഓൺലൈൻ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഇതിനു മുമ്പ് 2 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അല്ലെങ്കിൽ ആനുവൽ എക്സാം ക്ലാസ് 8 ഓൺലൈൻ ക്ലാസ് എന്ന് നിങ്ങൾ യൂട്യൂബിൽ അടിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ലഭ്യമാകും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. എന്നും പറയുന്ന പോലെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. അപ്പോൾ ആ സമയത്ത് നമുക്കറിയാവുന്ന ആൻസറൊക്കെ ടിക്ക് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ എത്ര ചോദ്യത്തിനാണ് ഉത്തരം എഴുതേണ്ടത്, എത്ര ഓപ്ഷൻസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. നെയിം ദ ആർട്ട് ഓഫ് റൈറ്റിംഗ് ഓഫ് ഏൻഷ്യൻറ്റ് ഈജിപ്ഷ്യൻ. ഏൻഷ്യൻറ്റ് ഈജിപ്തിലെ അവരുടെ എഴുത്ത് രീതിക്ക് ഒരു പേര് പറയുന്നുണ്ട്. ആ പേരെന്താണ്? അപ്പോൾ നമുക്കറിയാം ഹൈറോഗ്ലിഫിക്സ്. എന്താണ് ഹൈറോഗ്ലിഫിക്സ്? ദ നെയിം ഓഫ് ദ ആർട്ട് ഓഫ് റൈറ്റിംഗ് ഓഫ് ഏൻഷ്യൻറ്റ് ഈജിപ്ഷ്യൻ. രണ്ടാമത്തെ ചോദ്യം, ഹൗ മെനി മെമ്പേഴ്സ് ക്യാൻ ബി നോമിനേറ്റഡ് ബൈ ദ പ്രസിഡൻറ്റ് ടു ലോക്സഭ. എത്ര ആൾക്കാരെ ലോക്സഭയിലേക്ക് പ്രസിഡൻറ്റിനെ നോമിനേറ്റ് ചെയ്യാം? കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. 12 പേരെ രാജ്യസഭയിലേക്കും 2 പേരെ ലോകസഭയിലേക്കും പ്രസിഡൻറ്റിനെ നോമിനേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? 2 ആണ്. ഹൗ മെനി മെമ്പേഴ്സ് ക്യാൻ ബി നോമിനേറ്റഡ് ബൈ ദ പ്രസിഡൻറ്റ് ടു ലോക്സഭ? 2. അപ്പോൾ 2 ക്വസ്റ്റ്യൻസും 1 മാർക്കിൻ്റെ ഇതാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. വൈ ദ ഇഗ്നേഷ്യസ് റോക്സ് ആർ കോൾഡ് പ്രൈമറി റോക്സ്? ഗീവ് ആൻ എക്സാമ്പിൾ ഫോർ ഇഗ്നേഷ്യസ് റോക്സ്. എന്തുകൊണ്ടാണ് ഇഗ്നേഷ്യസ് റോക്സിനെ പ്രൈമറി റോക്സ് എന്ന് വിളിക്കുന്നത്? പിന്നെ ഇഗ്നേഷ്യസ് റോക്സിന് 2 ഉദാഹരണങ്ങൾ കൊടുക്കാനാണ്. ആസ് ഓൾ അതർ റോക്ക് ടൈപ്സ് ആർ ഫോംഡ് ഫ്രം ഇഗ്നേഷ്യസ് റോക്സ്. എല്ലാ റോക്സും ഏതിൽ നിന്നാണ് ഉണ്ടായത്? ഇഗ്നേഷ്യസ് റോക്സിൽ നിന്നുണ്ടായത് കൊണ്ട് തന്നെ ദേ ആർ കോൾഡ് പ്രൈമറി റോക്സ്. അതിന് ഉദാഹരണമാണ് ഗ്രാനൈറ്റ്, ബസാൾട്ട്. 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ എഴുതിയാൽ നിങ്ങൾക്ക് 1 മാർക്ക്. അതേപോലെ അതിൻ്റെ ഡെഫിനിഷൻ, എന്തുകൊണ്ടാണ് ഇഗ്നേഷ്യസ് റോക്സ് പ്രൈമറി റോക്സ് എന്ന് പറയുന്നത് എഴുതിയാൽ നിങ്ങൾക്ക് 1 മാർക്ക്. എക്സാമ്പിളിന് 2 മാർക്ക്. അപ്പോൾ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഗ്രാനൈറ്റ്, ബസാൾട്ട്. ആൻസർ, ഓൾ അതർ റോക്ക് ടൈപ്സ് ആർ ഫോംഡ് ഫ്രം ഇഗ്നേഷ്യസ് റോക്സ്. ദേ ആർ കോൾഡ് പ്രൈമറി റോക്സ്. ഇനി നമുക്ക് 4ാമത്തെ ചോദ്യം നോക്കാം. ഫാമിലി ഈസ് എൻ എക്സാമ്പിൾ ഫോർ സോഷ്യൽ ഗ്രൂപ്പ്. റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്? സോഷ്യൽ ഗ്രൂപ്പ് ഈസ് ഫോംഡ് വെൻ 2 or more people who communicate to each other directly or indirectly and work together for some goals come together. അപ്പോൾ സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? 2 or 3 ആൾക്കാർ ഒന്നിച്ച് വർക്ക് ചെയ്യുക, അവർക്ക് എന്തെങ്കിലും സം ഗോൾസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോഷ്യൽ ഗ്രൂപ്പ്സ് ആർ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ സ്ട്രെങ്ത് ഓഫ് മെമ്പർഷിപ്പ്, മ്യൂച്വൽ റിലേഷൻഷിപ്പ് among the members, ways of working and attempts to accomplish tasks. പ്രൈമറി ഗ്രൂപ്പ് ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ്. അപ്പോൾ സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ചേർന്നതാണ്. അത് എന്തിൻ്റെ ബേസിലാണ്? ഓൺ ദ ബേസിസ് ഓഫ് സ്ട്രെങ്ത് ഓഫ് മെമ്പർഷിപ്പിൻ്റെ ബേസിൽ അതിനെ ക്ലാസിഫൈ ചെയ്യാം. അതേപോലെ തന്നെ മ്യൂച്വൽ റിലേഷൻഷിപ്പ് എമംഗ് മെമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, വേസ് ഓഫ് വർക്കിംഗ്, അറ്റംപ്റ്റ്സ് ടു അക്കംപ്ലിഷ് ടാസ്ക്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. മെൻഷൻ ദ എൻവയറമെൻറ്റൽ പ്രോബ്ലംസ് കോസ്ഡ് ബൈ ദ റിക്ലമേഷൻ ഓഫ് വെറ്റ്ലാൻഡ്സ്. വെറ്റ്ലാൻഡ്സ്, വയൽ അല്ലെങ്കിൽ തണ്ണീർത്തടങ്ങൾ നികത്തുന്നതിന് വഴി എന്തൊക്കെ എൻവയറമെൻറ്റൽ പ്രോബ്ലംസ് ആണ് ഉണ്ടാവുക? ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ലോവറിംഗ് ഓഫ് വാട്ടർ ലെവൽ ഇൻ വെൽസ്. എന്താണ്? കിണറുകളിലെ വെള്ളം താഴ്ന്നു പോകുന്നു. ഫ്ലഡ്സ് ബിക്കം കോമൺ ഇൻ റിവേഴ്സ് ഈവൻ ഇൻ സ്ലൈറ്റ് റെയിൻസ്. ചെറിയ മഴ ഉണ്ടെങ്കിൽ പോലും വെള്ളപ്പൊക്കം കോമൺ ആയി മാറുന്നു. അപ്പോൾ എന്തൊക്കെയാണ്? ലോവറിംഗ് ഓഫ് വാട്ടർ ലെവൽ ഇൻ വെൽസ്, ഫ്ലഡ്സ് ബിക്കം കോമൺ ഇൻ റിവേഴ്സ് ഇൻ സ്ലൈറ്റ് റെയിൻസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. How does global warming become a threat to the life forms on the earth? ഗ്ലോബൽ വാർമിംഗ് എങ്ങനെയാണ് ജീവജാലങ്ങൾക്ക് ഒരു ത്രെറ്റായി മാറുന്നത്? ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സീ ലെവൽ മേ അറൈസ് ആസ് എ റിസൾട്ട് ഓഫ് മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ്. നമുക്കറിയാം ഗ്രീൻ ഹൗസ് ഗ്യാസസ്, അതായത് കാർബൺ ഡൈ ഓക്സൈഡ്, ഓസോൺ തുടങ്ങിയവ നമ്മുടെ പ്രകൃതിക്ക് ഭയങ്കരമായിട്ട് ദോഷം വരുത്തുന്നുണ്ട്. അപ്പോൾ ഇത് കൂടുമ്പോൾ എന്താണ്? അന്തരീക്ഷത്തിൽ, അതായത് അറ്റ്മോസ്ഫിയറിൽ ടെമ്പറേച്ചർ കൂടും. അത് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ എന്താ ചെയ്യുന്നത്? പോളാർ ഐസ് മെൽറ്റ് ആവാൻ തുടങ്ങും. അതാണ് ഇവിടെ പറയുന്നത്. സീ ലെവൽ മേ റൈസ് ആസ് എ റിസൾട്ട് ഓഫ് മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ്.
Destruction in the coastal ecosystem may lead to the problems such as food crisis, large scale migration, etc. Global warming leads to the depletion of many species of plants and animals in the ecosystem. അപ്പോൾ നമുക്ക് 3 പോയിന്റ് ഇവിടെ ഉണ്ട്. ആദ്യത്തെ പോയിന്റ് ഏതാണ്? സീ ലെവൽ മേ അറൈസ് ആസ് എ റിസൾട്ട് ഓഫ് മെൽറ്റിംഗ് ഓഫ് പോളർ ഐസ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. രണ്ടാമതായിട്ട് നമുക്ക് എന്ത് എഴുതാം? ഡിസ്ട്രക്ഷൻ ഇൻ ദ കോസ്റ്റൽ എക്കോസിസ്റ്റം. കോസ്റ്റൽ എക്കോസിസ്റ്റത്തിലുള്ള തകർച്ച മേ ലീഡ് ടു ദ പ്രോബ്ലം സച്ച് എസ് ഫുഡ് ക്രൈസിസ്, ലാർജ് സ്കെയിൽ മൈഗ്രേഷൻ. ഓക്കെ, അപ്പോൾ ഇത് എന്തിനൊക്കെ ഡിസ്ട്രക്ഷൻ ഇൻ ദ കോസ്റ്റൽ എക്കോസിസ്റ്റം എന്തിനൊക്കെ വഴിതെളിക്കാം? ഫുഡ് ക്രൈസിസ് ഉണ്ടാവും, അതേപോലെ തന്നെ ലാർജ് സ്കെയിൽ മൈഗ്രേഷനും ഉണ്ടാകാം. ഇനി അടുത്തത് മൂന്നാമത്തെ പോയിൻ്റായിട്ട് നമുക്ക് പറയാം ഗ്ലോബൽ വാർമിംഗ് ലെഡ്സ് ടു ദ ഡിപ്ലീഷൻ ഓഫ് മെനി സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഇൻ ദ എക്കോസിസ്റ്റം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പൊറോസിറ്റി ആൻഡ് പെർമിയബിലിറ്റി. ഇത് തമ്മിലുള്ള വ്യത്യാസം എഴുതാനാണ്. ഓക്കെ, പൊറോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പോറോസിറ്റി എന്ന് പറഞ്ഞാൽ there are numerous pore spaces in the soil. Porosity is the term of porous state. These pores will be filled with water when rain occurs. The amount of water that is locked up in rocks depend upon the porosity of the rocks. In permeability എന്ന് പറഞ്ഞാൽ the water will be available only at places where the pores in the rocks interconnected. Okay, ഇവിടെ porosity എന്ന് പറഞ്ഞാൽ there are numerous pore spaces in the soil. Okay, ഇവിടെ water will be available only at places where the pores in the rocks are interconnected. Okay, this is due to the fact that water can move through these pores. This quality of rocks is known as permeability. അപ്പോൾ ഇതിനെയാണ് permeability എന്ന് പറയുന്നത്. The capacity of rocks to transmit water through them is known as permeability. ഓക്കെ, അപ്പോൾ പോറോസിറ്റിയും പെർമിയബിലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഓക്കെ, മാച്ച് ദ ഫോളോയിങ് ആണ്. നമുക്ക് മാച്ച് ദ ഫോളോയിങ് ചെയ്ത് നോക്കാം. വിശാഖദത്ത മുദ്ര രാക്ഷസ. വിശാഖദത്ത മുദ്ര രാക്ഷസ. ശൂദ്രക മൃച്ഛ ഘടിക. ഓക്കെ, അമരസിംഹ അമര കോശ ലഘു ചടക. ഓക്കെ, അപ്പോൾ വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ഈ മാച്ച് ദ ഫോളോയിങ് ഓരോരുത്തരെ നമ്മൾ എന്തൊക്കെ എഴുതിയെന്നൊക്കെ പഠിച്ച് വെക്കുന്നത് നല്ലതാണ്. മാച്ച് ദ ഫോളോയിങ് 4 മാർക്ക് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, റൈറ്റ് അതിന് 3 ഒബ്ജക്റ്റീവ് ഓഫ് നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ 3 ഒബ്ജക്റ്റീവ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, to bring down government participation in industrial and service sector. എന്താണ് government participation in industrial and service sectors, to improve agriculture production by practicing mixed farming. Okay, to utilize the service of a dominant middle class for sustainable economic growth, to make use of the services of non-resident Indians for economic technological growth, to convert the cities into secure living centers using modern technology. ഇതിലേതെങ്കിലും 3 പോയിന്റ് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ആർ ദ മീൻസ് ഓഫ് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ മീൻസ് ഓഫ് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ? ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളിൻ്റെ മീൻസ് ഏതൊക്കെയാണ്? ഫോക്ക് വേസ്, ബിലീവ്സ്, ട്രഡീഷൻസ് ആർ ദ ഇൻഫോർമൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ. ഏതൊക്കെയാണ്? ഫോക്ക് വേസ്, ബിലീവ്സ് ആൻഡ് ട്രഡീഷൻസ് ആർ ദ ഇൻഫോർമൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഗ്രോത്ത് വിച്ച് ഈസ് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ഇക്കണോമിക് പ്ലാനിങ്. Economic growth is measured on the basis of growth in output, primary, secondary and tertiary sector. Increase in output in agriculture and industry, improve in transport and communication, facilities increase in a hospital, education institution, commercial establishment, energy production, export, etc. contribute to economic growth. അപ്പോൾ എക്കണോമിക് ഗ്രോത്തിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് ഇൻ അഗ്രികൾച്ചർ, കൃഷിയിൽ ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കുക. അതേപോലെ തന്നെ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ടിലും കമ്മ്യൂണിക്കേഷനിലും ഇംപ്രൂവ്മെൻറ്റ്, പുരോഗതി അതായത് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാക്കുക. ഇൻക്രീസ് ഇൻ ഹോസ്പിറ്റൽ, ഫെസിലിറ്റീസ് ഒക്കെ ഹോസ്പിറ്റലിൽ കൂട്ടുക. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, കൊമേഴ്ഷ്യൽ, എനർജി പ്രൊഡക്ഷൻ, എക്സ്പോർട്ട് ആർ കോൺട്രിബ്യൂട്ട് ഇതൊക്കെ എക്കണോമിക് ഗ്രോത്തിന് സഹായിക്കുന്ന ഘടകങ്ങളാണ്. എക്കണോമിക് ഗ്രോത്ത് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് എക്കണോമിക് പ്ലാൻ ആസ് ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു നാഷണൽ പ്രോഗ്രസ്. ഇപ്പോൾ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എക്കണോമിക് പ്ലാനിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം അത് നമ്മുടെ രാജ്യം തന്നെയാണ് പുരോഗമിക്കുന്നത്. What are the uses of social groups in our life? Promote companionship,
train behavior pattern, promote coexistence, promote social values. Repeated question ആണ്. Identify the causes for the decline of Harappan civilization. ഇതും repeated question ആണ്. ഹാരപ്പൻ സിവിലൈസേഷൻ്റെ തകർച്ചയ്ക്ക് കാരണമായത് ഫ്ലഡ്, എക്സ്റ്റേണൽ ഇൻവേഷൻ, പുറത്തുനിന്നുള്ള ആക്രമണം, ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം, ഡിക്ലൈൻ ഓഫ് അഗ്രികൾച്ചർ സെക്ടർ, കൃഷിയിലുള്ള തകർച്ച, എപ്പിഡമിക്സ്, പകർച്ചവ്യാധി. അപ്പോൾ ഇത് രണ്ട് റിപ്പീറ്റഡ് ആണ്. മെൻഷൻ ദ റോൾ ഓഫ് നൈട്രജൻ, ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് ഫോംസ്. നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ പ്രാധാന്യം. പ്ലാന്റ്സ് മേക്ക് യൂസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോർ ഫോട്ടോസിന്തസിസ്. അപ്പോൾ പ്ലാന്റ്സ് എന്താ ചെയ്യുന്നത്? പ്ലാന്റ്സ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്തിട്ട് ഫോട്ടോസിന്തസിസിലൂടെ എന്തുണ്ടാക്കുന്നു? ഭക്ഷണം ഉണ്ടാക്കുന്നു. മാൻ ആൻഡ് അതർ ഓർഗാനിസം മേക്സ് യൂസ് ഓഫ് ഓക്സിജൻ ഫോർ റെസ്പിറേഷൻ. അപ്പം മനുഷ്യരും മറ്റു ജന്തുക്കളും ഓക്സിജൻ എന്തിനു ഉപയോഗിക്കുന്നു? റെസ്പിറേഷന് ഉപയോഗിക്കുന്നു. പ്ലാന്റ്സ് മേക്ക് യൂസ് ഓഫ് നൈട്രജൻ ഫോർ ദെയർ ഗ്രോത്ത് ത്രൂ നൈട്രജൻ ഫിക്സേഷൻ. അപ്പോൾ എന്തൊക്കെയാണ്? പ്ലാന്റ്സ് മേക്ക് യൂസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോർ ഫോട്ടോസിന്തസിസ്. അപ്പോൾ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ പുറത്ത് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആര് വലിച്ചെടുക്കുന്നു? പ്ലാന്റ്സ് വലിച്ചെടുക്കുന്നു. എന്നിട്ട് അവർ ഫോട്ടോസിന്തസിസിലൂടെ ഫുഡ് ഉണ്ടാക്കുന്നു. അതിന് വേണ്ടിയിട്ട് അവർ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നു. എന്നിട്ട് അവർ ഓക്സിജനാണ് റിലീസ് ചെയ്യുന്നത്. ആ ഓക്സിജൻ ആര് ഉപയോഗിക്കുന്നു? മാൻ ആൻഡ് അതർ ഓർഗാനിസം മേക്ക് യൂസ് ഓഫ് ഓക്സിജൻ. പിന്നീട് എന്താണ്? പ്ലാന്റ്സ് മേക്ക് യൂസ് ഓഫ് നൈട്രജൻ ഫോർ ദെയർ ഗ്രോത്ത് ത്രൂ നൈട്രജൻ ഫിക്സേഷൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. വാട്ട് ആർ ദ മെഷേഴ്സ് ഫോർ കളക്ടിങ് ആൻഡ് സ്റ്റോറിങ് റെയിൻ വാട്ടർ ബിനീത്ത് ദ സർഫസ് ഓഫ് ദ എർത്ത് ബൈ റെഗുലേറ്റിംഗ് സർഫേസ് റൺ ഓഫ്? അടുത്തത് എലുസിഡേറ്റ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ഗ്രൂപ്പ്സ് ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ്സ് വിത്ത് എക്സാമ്പിൾ. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ വെള്ളം, റെയിൻ വാട്ടർ, മഴവെള്ളം എങ്ങനെയൊക്കെ റെഗുലേറ്റ് ചെയ്യാം എന്നാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ആണ്. കൺസർവേഷൻ ഓഫ് വെറ്റ്ലാൻഡ്സ്, വെറ്റ്ലാൻഡ് തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക. കൺസർവേഷൻ ഓഫ് വെറ്റ്ലാൻഡ്സ്. പ്രൊട്ടക്ഷൻ ഓഫ് ഫോറസ്റ്റ്, ഫോറസ്റ്റ് സംരക്ഷിക്കുക. ടെറസ് ഫാമിംഗ്, mulching, construction of check dams, construction of mud walls, digging rainwater percolation pits. ഓക്കെ, ഒന്നുകൂടി നോക്കാം. കൺസർവേഷൻ ഓഫ് വെറ്റ്ലാൻഡ്സ്, പ്രൊട്ടക്ഷൻ ഓഫ് ഫോറസ്റ്റ്, ടെറസ് ഫാമിംഗ്, mulching, construction of check dams, construction of mud walls, digging rainwater percolation pits. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം. അടുത്ത 4 മാർക്കിൻ്റെ ചോദ്യം എന്തായിരുന്നു? പ്രൈമറി ഗ്രൂപ്പും സെക്കൻഡറി ഗ്രൂപ്പും തമ്മിലുള്ള വ്യത്യാസം എഴുതാനാണ്. അപ്പോൾ നമുക്ക് നോക്കാം. പ്രൈമറി ഗ്രൂപ്പ് ഈസ് കമ്പോസ്ഡ് ഓഫ് സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്ത് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്, ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ആൻഡ് മ്യൂച്വൽ കോപ്പറേഷൻ. അപ്പം പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുള്ള ആൾക്കാർ എന്തായിരിക്കും? സ്മോൾ ഗ്രൂപ്പ് ആയിരിക്കും. പിന്നെ എന്തായിരിക്കും? ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും. അവർ തമ്മിൽ നല്ല ബന്ധത്തിലായിരിക്കും. ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ആൻഡ് മ്യൂച്വൽ എക്സ്പെക്റ്റേഷൻ. അതേസമയം സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൺ ദ അതർ ഹാൻഡ് സെക്കൻഡറി ഗ്രൂപ്പ്സ് ഹാവ് മോർ മെമ്പേഴ്സ് ദാൻ പ്രൈമറി ഗ്രൂപ്പ്സ്. ഇപ്പോൾ ഒരുപാട് മെമ്പേഴ്സ് ഉള്ളതാണ് സെക്കൻഡറി ഗ്രൂപ്പ്. പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ഇനി അടുത്തത്, മെമ്പേഴ്സ് നോ ഈച്ച് അതർ ഇൻറ്റിമസി എമംഗ് ദ മെമ്പേഴ്സ്. അപ്പോൾ എല്ലാവരും ആ പ്രൈമറി ഗ്രൂപ്പിൽ ആകെ കുറഞ്ഞ ആൾക്കാരെ ഉണ്ടാവും. അവർ തമ്മിൽ നല്ലവണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഓക്കെ, മെമ്പേഴ്സ് നോ ഈച്ച് അതർ ഇൻറ്റിമസി എമംഗ് ദ മെമ്പേഴ്സ്. ദർ ഈസ് എ ഫോമൽ റിലേഷൻഷിപ്പ് എമംഗ് ദ മെമ്പേഴ്സ്. സെക്കൻഡറി ഗ്രൂപ്പിൽ അങ്ങനത്തെ വളരെ അടുത്ത ബന്ധങ്ങളൊന്നുമില്ല. ഒരു ഫോമലായിട്ടുള്ള ഹായ് ബൈ എന്നുള്ളൊരു ബന്ധം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി അടുത്ത നമുക്ക് പ്രൈമറി ഗ്രൂപ്പിൽ എന്ത് പറയാം? കണ്ടിന്യൂസ് കമ്മ്യൂണിക്കേഷൻ എമംഗ് ദ മെമ്പേഴ്സ്. അവിടെ കണ്ടിന്യൂസ്, നിരന്തരമായ ആശയവിനിമയം ഈ പ്രൈമറി ഗ്രൂപ്പിൽ നമുക്ക് കണ്ടിന്യൂസ് കമ്മ്യൂണിക്കേഷൻ. അതേസമയം സെക്കൻഡറി ഗ്രൂപ്പ്സിൽ ആർ ഫോം ടു സാറ്റിസ്ഫൈ ദ കോമൺ നീഡ്സ് ഓഫ് ദ മെമ്പേഴ്സ്. ഓക്കെ, അറ്റ് ദ സെയിം ടൈം പേഴ്സണൽ യൂസ്ഫുൾനെസ് ഈസ് ദ ബേസിസ് ഓഫ് മെമ്പർഷിപ്പ് ഓഫ് ദീസ് ഗ്രൂപ്പ്സ്. അപ്പോൾ സെക്കൻഡറി ഗ്രൂപ്പിൽ അങ്ങനെ കണ്ടിന്യൂസ് കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. ഓക്കെ,
വെൽഫെയർ ഓഫ് മെമ്പേഴ്സ് ഈസ് ദ മേജർ എയിം. അതേപോലെ തന്നെ എല്ലാ ഗ്രൂപ്പിലും എന്താണ്, മെമ്പേഴ്സിൻ്റെ വെൽഫെയർ, മെമ്പേഴ്സിൻ്റെ ക്ഷേമമാണ് എല്ലാവരുടെയും എയിം. അതേപോലെ മ്യൂച്വൽ കോപ്പറേഷൻ എമംഗ് ദ മെമ്പേഴ്സ്, ഫാമിലി, ക്ലോസ് ഫ്രണ്ട്, ടീച്ചർ ആൻഡ് സ്റ്റുഡൻറ്റ്. അടുത്ത 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആണ്. അത് കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ട് വീണ്ടും ഇനി ആവർത്തിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് സോഷ്യൽ സയൻസിനെ തന്നെ ഇപ്പോൾ 3 ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആണ്. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവ നോട്ട്സിലെഴുതി നിങ്ങൾ ആവർത്തിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.